അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ ജിത്തു ജോസഫും ആന്റണി പെരുമ്പാവൂറും, അതെ, ഇവർ രണ്ടുപേരും വീടിനകത്തേക്ക് വന്നിരിക്കുകയാണ്. ആർക്കാണ് ആ ചാൻസ് കിട്ടിയത്? മൂവിയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയത് ആർക്കാണ്? പുതുമുഖങ്ങളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. വെരി ഗുഡ്, അടിപൊളി. നമ്മുടെ ഹിന്ദി ബിഗ് ബോസിലൊക്കെയാണ് സാധാരണ ഇങ്ങനെ ഓഡീഷനൊക്കെ കൊടുത്ത് വീടിനകത്ത് ടാസ്ക് വൈസ് ഓഡീഷൻ കൊടുക്കുന്നു, വന്ന് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ അത് കാണുന്നു, അത് കണ്ടിട്ട് അവർക്കൊരു അവസരം ലഭിക്കുന്നു. അതൊക്കെ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം, ബിഗ് ബോസിന്റെ പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അച്ചീവ്മെന്റ് കിട്ടുന്ന കുറേ സംഭവങ്ങളാണ്. ഭയങ്കര സന്തോഷം തോന്നി മലയാളം ബിഗ് ബോസിൽ അങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേക്കും. പ്രൊമോ വന്നപ്പോഴാണ് സൂപ്പറാണ്. രണ്ടുപേരെ ടീമായിട്ട് തിരിച്ചുകൊണ്ട് അവർക്ക് ഓരോ സീക്വൻസ് കൊടുത്തിരിക്കുകയാണ്. സൂപ്പറായിട്ട് അവരെല്ലാവരും പ്രൊമോയിൽ ചെയ്യുന്നുണ്ട്. അഭിഷേകിനാണോ കിട്ടിയത് ആ ചാൻസ്? കുറേ പേര് അങ്ങനെ പറയുന്നുണ്ട്. എന്താണ് വിവരങ്ങൾ, ലൈവിൽ എന്താണ് നടക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണം. അപ്പോൾ സിജോ ടാസ്ക് വായിക്കുകയാണ്. പുതുമുഖങ്ങളെ ആവശ്യമുണ്ട്. ഈ ബിഗ് ബോസ് വീടിനകത്ത് വെച്ച് ഒരു ലൈവ് ഓഡീഷൻ നടക്കാൻ പോവുകയാണ്. സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓഡീഷനാണ് നടക്കാൻ പോകുന്നത്. ഇതൊരു നിസ്സാര സംഭവമല്ല, സീരിയസ് ആക്കി എടുക്കാൻ. നിങ്ങൾ 1-2 പേർക്ക് സിനിമയിൽ അഭിനയിക്കാനായിട്ടുള്ള അവസരം ലഭിക്കും. നിങ്ങൾ പലരും സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള മോഹവുമായിട്ടൂടെ വന്നവരാണ്. അപ്പോൾ അഭിനയം മോഹമാക്കി വെച്ചിരിക്കുന്നവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണതെന്ന് പറയുകയാണ്. അപ്പോൾ ഓരോരുത്തരും, അർജുൻ, ശ്രീതു, ഇവർ രണ്ടുപേരും ചെയ്ത് കാണിക്കേണ്ടത്, ഇവർ രണ്ടുപേരും പ്രണയിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഈ പറയുന്ന ശ്രീതു അർജുനെ തേക്കുമ്പോൾ ഉണ്ടാകുന്ന വിരഹത്തിൻ്റെ അല്ലെങ്കിൽ ആ പറയുന്ന വൈകാരിക നിമിഷങ്ങൾ അടങ്ങിയ ഒരു സീക്വൻസ് ആണ് ഇവർ കാണിക്കേണ്ടത്. പ്രണയിക്കുന്നതും തേപ്പും വിരഹവും ആ ഒരു ലെവൽ വരുന്ന ഒരു സംഭവമാണ് ഇവർ കാണിക്കേണ്ട ആ ഒരു സീക്വൻസ്. ഒരാൾക്ക് 3 മിനിറ്റാണ് സമയം, ഓഡീഷൻ ടൈം. ജിൻഡോ, ജാസ്മിൻ, അതാണ് കുറച്ചുകൂടി ഒരു ബെറ്റർ ടോപ്പിക്കാണ് അവർക്ക് കിട്ടിയത്. അച്ഛനും മോളുമാണ്. അച്ഛന് മോള് എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് പഠിക്കണം, വളരണം എന്നാഗ്രഹിക്കുന്ന ഒരു അച്ഛനും, എന്നാൽ മോളാണെങ്കിൽ എൻ്റെ ആഗ്രഹത്തിനൊത്ത് എനിക്ക് എൻ്റേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു മോളുമാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് അച്ഛൻ ഒരു ദിവസം മോളെ വിളിച്ച് വൈകാരികമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് നീ അങ്ങനെ വളരണം, എൻ്റെ ആഗ്രഹത്തിനൊത്ത് ഇങ്ങനെ വളരണം എന്ന് വൈകാരികമായിട്ട് പറയുന്ന ഒരു സീക്വൻസും അതിനെ അംഗീകരിക്കാതെ തൻ്റെ ഭാഗം ന്യായീകരിച്ച് പറയുന്ന ഒരു മകളുടെ സീക്വൻസാണ്. അടുത്ത് സിജോ, നോറ. സിജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അതായത് ജീവിതത്തിനെ വളരെ പ്ലാനിങ്ങോട് കൂടി നോക്കിക്കാണുന്ന ഒരു വ്യക്തി. നോറ എന്ന് പറയുന്ന ഒരു അടിച്ചുപൊളി ക്യാരക്ടറുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ പറയുന്ന മാട്രിമോണി വഴി കണ്ട് പരിചയപ്പെട്ട നോറയുമായിട്ടുള്ള ഫസ്റ്റ് മീറ്റപ്പാണ്. അപ്പം താൻ ഇങ്ങനത്തെ ഒരു പെൺകുട്ടിയാണ് തനിക്ക് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഡിമാൻഡ്സ് എല്ലാം അങ്ങോട്ട് വെക്കുകയും തിരിച്ച് നോറ എന്ന് പറയുന്ന ഒരു അടിച്ചുപൊളി ക്യാരക്ടേഴ്സ് പറയാനുള്ള ഒരു സീക്വൻസ് അതാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് അത് അത്ര ഓടുമെന്ന് തോന്നുന്നില്ല അവർക്ക് കൊടുത്തത്. കാരണം ഈ പറഞ്ഞ പോലെ ആ സീക്വൻസിൽ എന്തൊക്കെ പറയണം ഏതൊക്കെ പറയണം എന്നുള്ളവർ കൺഫ്യൂഷനിലായിപ്പോൾ. 4മത്തത് ഋഷിയും അഭിഷേകുമാണ്. അവർക്ക് കൊടുത്തിരിക്കുന്നത്, ഋഷി പറയുന്ന പോലെ ഒരു സിനിമയുടെ കഥ എഴുതിയിട്ട് ഒരാളെ തപ്പി നടക്കുകയാണ് ഇത് സിനിമയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അഭിഷേകിനെ പോലെ ഉള്ള ഒരാളയാൾ പൈസ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വെച്ച് മറിച്ച് തിരിച്ച് ഈ പറയുന്ന മൂവിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ തിരിച്ച് കുറേ പറ്റിപ്പും ആ ഒരു ഇതാണ് സ്ക്രിപ്റ്റിൽ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ കണ്ടുമുട്ടുമ്പോൾ അങ്ങനെ ഇങ്ങനെ ചെയ്യാമെന്ന് പറയുന്ന അഭിഷേകിനെയും ഋഷി തൻ്റെ കഥ വാല്യൂ ആയിട്ടുള്ള ഒരു കഥയെ സിനിമയാക്കാൻ വേണ്ടിയിട്ടുള്ള മോഹം കൊണ്ടിട്ടുള്ള ഒരു സീക്വൻസ്, അതാണ് വളരെ നല്ല സംഭവമാണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. ഈ പറയുന്ന സിജോയുടെ നോറയുടെ കേസ് എനിക്കൊരു ഇത് കുറവുണ്ട്. അപ്പോൾ എന്തായാലും സൂപ്പറായിട്ട് അവർ ചെയ്യുന്നു തോന്നുന്നു. കാരണം പ്രൊമോ വന്നിരിക്കുകയാണ്. പ്രൊമോയിൽ ഈ പറയുന്ന പോലെ ആന്റണി പെരുമ്പാവൂരുണ്ട്, നമ്മൾ പറഞ്ഞതുപോലെ ജിത്തു ജോസഫ് ഉണ്ട്. ഇവർ രണ്ടുപേരും ഇവരുടെ മുന്നിൽ വരുന്നില്ല. ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ട് ഇവർക്ക് സ്റ്റേജൊക്കെ കിട്ടി അവിടെയാണ് അവർ ചെയ്യുന്നത്. ഇതെല്ലാം പിൻവശത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജിത്തുവും ആന്റണിയും. പിന്നീടാണ് ഈ 2 സാറന്മാരും കൂടി വരുന്നതും ഇവരെ ഭയങ്കരമായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതും. കാര്യം ചിലപ്പോൾ 1-2 പേര് ഇന്ന് സെലക്ട് ചെയ്യുമായിരിക്കും. അഭിഷേകിനെ സെലക്ട് ചെയ്തു എന്നിങ്ങനെ കേൾക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ അറിഞ്ഞത് ശ്രീതു, അർജുൻ, നോറ, ജാസ്മിൻ ഇവർ 4 പേരും സൂപ്പറായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ് അറിഞ്ഞത് കമ്പയർഡ് ടു ഓൾ അതർ കണ്ടസ്റ്റൻസ്. നമുക്ക് നോക്കാം എന്താ ലൈവിൽ നടക്കുന്നത്. ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ മലയാളം ബിഗ് ബോസ് കാരണം സീസണകത്ത് വെച്ച് തന്നെ പലർക്കും അവസരങ്ങൾ കിട്ടുവാണല്ലോ. അതിപ്പോൾ ആർക്കും ആയിക്കോട്ടെ, ഒരാൾക്കെങ്കിലും ഒരു അവസരം കിട്ടുവാണെങ്കിൽ അത് നമ്മുടെ ബിഗ് ബോസ് കൊണ്ട് നടക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും. ഭയങ്കര സന്തോഷം തോന്നി. ഹിന്ദിയിലൊക്കെ നടക്കുന്ന സെയിം സംഭവം ആദ്യമായിട്ട് നമ്മുടെ മലയാളത്തിൽ വന്നപ്പോൾ ബിഗ് ബോസ് വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾ സീരിയസ് ആക്കി കാണണമെന്ന് പറയുന്നുണ്ട്. ഓരോരുത്തരും ഇരുന്ന് അവരവരുടെ സീക്വൻസുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പക്ഷേ വിചാരിച്ചു ഈ പറയുന്ന പോലെ ജിൻഡോയും ജാസ്മിനൊക്കെ കോമഡി ആവുന്നു. പക്ഷേ അവരാണ് ഭയങ്കരമായിട്ട് പ്ലാൻ
എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും പ്ലാനുകൾ നമുക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ആ ഡയലോഗ് ഈ ഡയലോഗ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അവരാണ്. അപ്പുറത്ത് നോറയും സിജോയും പ്ലാൻ ചെയ്യുന്നുണ്ട്, ശ്രീതുവും അർജുനും ആയിക്കോട്ടെ, ഋഷിയും അഭിഷേക് എല്ലാവരും പ്ലാനിങ്ങിലാണ്. നോക്കാം നമുക്ക് എന്ത് നടക്കും എന്ന്. എന്തായാലും സൂപ്പർ ആവട്ടെ, ഒരാൾക്കോ രണ്ടുപേർക്കും അവസരം കിട്ടട്ടെ, ആർക്കാണ് നമുക്ക് നോക്കിയിരുന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.